ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നല്ല അടിപൊളി ടേസ്റ്റിൽ എങ്ങനെയാണ് ഒരു എഗ് ചില്ലി റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും എല്ലാം കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന എഗ് ഡിഷസിനേക്കാളും ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എഗ് ചില്ലി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 8 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് 2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പെപ്പറും ഉപ്പും എല്ലാം നന്നായി തന്നെ എഗ്ഗിൽ പിടിച്ചു വരണം. നന്നായി തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എഗ്ഗ് നന്നായി തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു പാൻ വെച്ച് 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മളിത് വെളിച്ചെണ്ണയിലിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കരുത്, ബട്ടറിലോ സൺഫ്ലവർ ഓയിലിലോ ഉണ്ടാക്കിയെടുക്കണം. ഇതിലോട്ട് ബീറ്റ് ചെയ്ത് വെച്ച് എഗ്ഗ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് സ്ലോ ആയിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വലിയ പീസസ് ആയിട്ട് കിട്ടണം. അതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് ഇത് കുത്തി ഇളക്കി ചെറുതാക്കി എടുക്കരുത്. വലിയ വലിയ പീസുകളായിട്ട് എടുക്കാം. ഇപ്പോൾ എഗ്ഗ് ഇവിടെ സ്ക്രാമ്പിൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലോട്ട് 12ഓളം വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചതും 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ചെറുതായും ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 6 സവാള കട്ട് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാളയെല്ലാം കട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ ഇതേ രീതിയിൽ കുറച്ച് വലുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിലോട്ട് 3 ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഓവറായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതൊന്ന് റോസ്മെല്ലെല്ലാം മാറി ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നാൽ മതിയാവും. ഈ എഗ് ചില്ലി പൊറോട്ടയുടെ ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. സവാളയൊന്നും അധികം നേരം വഴറ്റി കഷ്ടപ്പെടാതെ വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. ക്യാപ്സിക്കം എല്ലാം നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇതുപോലെ റോസ്മെല്ലെല്ലാം ഒന്ന് മാറി വരുന്നവരെ നമ്മൾ വഴറ്റിയെടുക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഓവറായി ബ്രൗൺ കളറാവേണ്ട ആവശ്യമല്ല. ഇതിലോട്ട് ഇനി 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്. ഇതിന് പകരം മുളക് പൊടി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ കുട്ടികൾക്കെല്ലാം കൊടുക്കുമ്പോൾ കുറച്ച് മുളക് പൊടിയും പെപ്പറും എല്ലാം ഒന്ന് കുറവ് ചേർത്ത് കൊടുത്താൽ മതിയാണ്. ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 8 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എരിവും മധുരവും എല്ലാം ബാലൻസ് ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ലഭിക്കും. എല്ലാം കൂടി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇതിലേക്ക് അല്പം സ്പ്രിംഗ് ഒനിയനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എഗ്ഗ് ഫ്രൈ ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എഗ്ഗിലെ ഒരു ഫ്ലേവേഴ്സ് എല്ലാം നന്നായി പിടിച്ച് വരുന്നുണ്ട്. നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ആക്ച്വലി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒരു തവണയെങ്കിലും അത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.